നമസ്തേ. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജിമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം ഉല്ലാസ്. നമസ്തേ. നമ്മൾ ചിങ്ങമാസത്തിലാണ്, അതുപോലെ തന്നെ ഓണം അടുത്തു വരുന്ന ഒരു സമയവും കൂടെയാണിത്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വർഷം ഓണം ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് അല്ല, ഓണമെന്നല്ല, എനിക്ക് തോന്നുന്നില്ല മനസാക്ഷിയുള്ള ആർക്കും ഈ വർഷം ഒരാഘോഷങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതുപോലത്തെ ഒരു വലിയൊരു ഡിസാസ്റ്ററാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 400 ശിൽവാനം എന്നിന്ന് കേൾക്കുന്നു. ഇനി എത്രയോ 100+ ബോഡികൾ കണ്ടെടുക്കാനുണ്ട്. ഒക്കെയുള്ളൊരു തീരാ ദുഃഖമാണത്. തീരാ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാരണം ഒറ്റ വീടൊക്കെ എവിടെ പോയി? വീട് നിന്നിടത്ത് ഞാൻ വാർത്ത വായിക്കുമ്പോൾ ഒരു പയ്യൻ ഇരിക്കുന്ന ഒരു കല്ലിൻ്റെ പുറത്ത്, അതായത് ഇവിടെയായിരുന്നു എൻ്റെ വീട്, ഞാനിത് കണ്ടുപിടിക്കാൻ കാരണം വെച്ചാൽ ഈ ഒരു പാറക്കൂട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പം വലിയൊരു പ്രകൃതി, വലിയൊരു ദുരന്തമായിപ്പോയി അത്. അത് മനുഷ്യന് എന്താണ് മനുഷ്യന് തന്നിരിക്കുന്ന വാർണിംഗ് ആണോ, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഒന്നും നമുക്ക് പ്രവചിക്കാനായിട്ട് നിർവാഹമില്ല. അത്രമാത്രം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ആഘോഷങ്ങളും ഇല്ല. നമുക്ക് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറ്റുന്നത് പോലെ സഹായങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പറ്റുന്ന പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ധാരാളം ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആഘോഷങ്ങളില്ലാത്ത ഓരോ ഓണത്തിൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ലോകത്തിന് തന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു വാക്യമാണ് എനിക്കിവിടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്. സകല മനുഷ്യർക്കും സന്തോഷവും സമാധാനവും പ്രാർത്ഥനയിൽ അത് മാത്രം മതി എന്നാണ് പറയുന്നത്. അതിനകത്തെല്ലാം വന്നു. നമ്മൾ എണ്ണിപ്പറയേണ്ട കാര്യങ്ങളില്ല. എനിക്ക് സന്തോഷവും സമാധാനവും, അല്ല എൻ്റെ കൂടെയുള്ളവർക്കും ലോകത്തിന് സന്തോഷവും സമാധാനം ഉണ്ടാകണമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടി നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പുള്ള എപ്പിസോഡിലൊക്കെ ചർച്ച ചെയ്ത് വന്നിരുന്നത് ലഗ്നത്തിൻ്റെ ഒരു പ്രാധാന്യം, ലഗ്നാധിപന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത് തുലാം ലഗ്നത്തെക്കുറിച്ചും തുലാം രാശിയെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നമ്മളൊരു ചാർട്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സാറ് പങ്കുവെക്കുകയുണ്ടായി. അതായത് സൂര്യൻ നീചപ്പെട്ടു പോയിരിക്കുന്നു, എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രേക്ഷകരോട് പങ്കുവെച്ചു. അവിടെ ആൾക്ക് സാറ് കൊടുത്തിരിക്കുന്നത് സൂര്യൻ്റെ രത്നമായ റൂബി അല്ല സാറ് പറഞ്ഞിരിക്കുന്നത്. സാറ് കൊടുത്തിരിക്കുന്നത് ഡയമണ്ടും അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന വൈറ്റ് ടോപ്പാസ് എന്ന് പറയുന്ന ഒരു രത്നമാണ്. അപ്പോൾ ആ ഒരു രത്നത്തിൻ്റെ കുറച്ച് വിവരങ്ങളും കൂടെ അല്ലെങ്കിൽ വിശേഷങ്ങളും കൂടെ നമുക്ക് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും. വൈറ്റ് ടോപ്പാസ് വെള്ളക്കല്ലാണ്. സ്റ്റോൺ വിത്ത് വേരിയസ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. വൈറ്റ് ടോപ്പാസ് ശാരീരികവും മാനസികവുമായിട്ട് ഊർജ്ജസ്വലതയും സന്തോഷവും തരുന്ന ഒരു കല്ലായിട്ടാണിത് കണക്കാക്കി ടോപ്പാസ് എന്ന് പറയുന്നത്. ടോപ്പാസ് പല ടോപ്പാസ് ഉണ്ട്, പല നിറത്തിലുള്ള യെല്ലോ ടോപ്പാസ് ഉണ്ട്, ബ്ലൂ ടോപ്പാസ് ഉണ്ട്, വൈറ്റ് ടോപ്പാസ് ഉണ്ട്. അതിൽ വൈറ്റ് ടോപ്പാസ് ആണ് വീനസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കല്ല്. ഡയമണ്ടിൻ്റെ ഒരു നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. സെമി പ്രീഷ്യസ് സ്റ്റോൺ. അപ്പോൾ രണ്ടും കൂടെ മാച്ചിങ് എന്ന് പറയുമ്പം നമുക്ക് ഡയമണ്ട്സിന് എപ്പോഴും അതിൻ്റെ ഹാർഡ് കാർബൺ ആ ഒരു ഇതാണ് അതിൻ്റെ ബാക്കിലുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടക എലമെന്റ് അതാണ്. ഈ ടോപ്പാസ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു കൂളിംഗ് ആൻഡ് സൂത്തണിങ് എഫക്റ്റ് കൂടെ ഉണ്ട് ആ കല്ലുകൾക്കുണ്ട്. മനസ്സിലായില്ലേ? ടോപ്പാസ് വിത്ത് ഡയമണ്ട് കോമ്പിനേഷൻ, അത് നല്ലൊരു കോമ്പിനേഷനാണത്. അത് മാക്സിമം അതും നമുക്ക്
ചാർട്ടിൽ നമുക്ക് ആ വീനസിൻ്റെ പൊസിഷന്, ആളുടെ ഹെൽത്തിൻ്റെ പൊസിഷന്. അപ്പോൾ ഇത് കഴിഞ്ഞ ചാർട്ടിൽ ഞാൻ വീനസിൻ്റെ ലഗ്നമായിരുന്നാൽ, വീനസിൻ്റെ ലഗ്നമാണെങ്കിലും ആ ലഗ്നത്തിൽ സൂര്യൻ നീചപ്പെട്ട് നിൽക്കുന്നു. അത് ഒരു മൈനസ് പോയിന്റ്, അത് ആരോഗ്യത്തെ കൂടെ ബാധിക്കുന്നതാണ്. മാനസികവും ശാരീരികവുമായിട്ട് അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ഉന്മേഷക്കുറവ്, ഇതെല്ലാം ഉണ്ടാകാം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് സഫീഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റൂബി മാച്ചിങ് അല്ല, പക്ഷെ നിങ്ങൾക്ക് സൂര്യൻ്റെ അനുഗ്രഹവും ചൈതന്യവും നിങ്ങളുടെ ശരീരത്തിൽ എന്ന് വരുന്നു അന്ന് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുകയും സൂര്യനെ തൊഴുകയോ സൂര്യനെ കാണുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണത് വരുന്നത്. അതിരാവിലത്തെ എഴുന്നേൽപ്പ്, കുളി, നടപ്പ് കുളി, ഒരു 6:30 മുന്നെങ്കിലും കുളി കഴിയുന്ന ആൾക്കാരിൽ ഒരു പ്രത്യേക ചൈതന്യം തന്നെയുണ്ട്. 5:30 അത്ര ഒന്നും വേണ്ടെങ്കിൽ ഒരു 6:30 അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്ക് മുന്നെങ്കിലും നമ്മൾ പുറത്തെല്ലാം പോയി നടന്ന് അത്യാവശ്യം നല്ല പ്രകൃതിയുടെ എനർജി എല്ലാം കിട്ടി അന്നത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കുളിക്കുക. 7 മണിയാകുമ്പോൾ നിങ്ങൾ ഫ്രീ ആയി, റെഡി ടു ഗോ ഫോർ എ വർക്ക്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കൊണ്ടുവന്നൊരു സിസ്റ്റം കൊണ്ടുവന്നാൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ആൾക്ക് ഈ ഒരു രത്നം ഉപയോഗിക്കുന്നത് ആളുടെ ഒരു ജീവിതത്തിലേക്ക് ഒരു കുറച്ചും കൂടെ വെട്ടവും വെളിച്ചവും ഒക്കെ തരാനായിട്ട് സഹായിക്കും. പിന്നെ ജെം ഓഫ് പ്യൂരിറ്റി ആൻഡ് പോസിറ്റീവ് എനർജി അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ വൈറ്റ് ടോപ്പാസിൽ. അത് ഡയമണ്ടിലൂടെ വരുമ്പോൾ ഡയമണ്ട് ആകുമ്പോൾ ബ്രൈറ്റ്നെസ്സും കൂടി മോർ അട്രാക്ഷൻ ആണത്. അത് ഇരട്ടിക്കും. അപ്പൊ എക്സ്പോഷർ കുറഞ്ഞ ആൾക്ക് എക്സ്പോഷർ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് അതിനകത്ത് ഇമ്പീരിയൽ ടോപ്പാസ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ട്. അത് ടോപ്പാസിൽ നല്ലൊരു വെറൈറ്റി കല്ലാണത്, വില കൂടിയ കല്ലാണ്. യെല്ലോ ടോപ്പാസ് നമ്മൾ ഉപയോഗിക്കുന്നത് യെല്ലോ സഫയറിന്റെ പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം സാറ് പറഞ്ഞു ഈ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു ചാർട്ടിൽ ആൾക്ക് കൊടുത്തിരിക്കുന്നത് ഡയമണ്ടും അതുപോലെ ഈ ടോപ്പാസ് എന്ന് പറയുന്ന ആ ഒരു രത്നമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ് സൂര്യന്റെ ആ ഒരു നീചാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ആളെ ബാധിച്ചത് ആ സൂര്യന്റെ ദശാകാലത്തും കൂടെയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് ഈ വീനസിന്റെ ദശാകാലം എങ്ങനെയായിരുന്നു? അത് വീനസിന്റെ ദശാകാലം അതായത് വീനസ് ദശാകാലം കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് സൂര്യദശയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് കേതുർ ബുധദശ, അതിനുശേഷം കേതുർദശ കഴിഞ്ഞ് ശുക്രദശ ഒരു 20 വർഷം. ആ ശുക്രദശ കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദിത്യ ദശാകാലം. അപ്പം ആ കാലഘട്ടമൊക്കെ നല്ലതായിരുന്നു. ആ വ്യക്തിക്ക് നന്നായിരുന്നു. 6 വർഷത്തെ സൂര്യദശാകാലത്താണ് പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതും അച്ഛനുമായിട്ടുള്ള ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ വന്നതും. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. അത് എനിക്ക് സൂര്യദശാകാലം എല്ലാവർക്കും പിതൃസംബന്ധമായ ചേഞ്ചസ് ഉണ്ടാവും. അതൊന്നല്ലെങ്കിൽ ആ പിതാവിന് ഗുണകരമായ ഒരു പീരീഡ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം വന്ന ഒരു ദുബായിൽ റിസൾട്ട് ചെയ്യാൻ വന്നിരുന്ന ഒരു ആള്, പുള്ളിക്ക് സൂര്യനും ശനിയും കൂടെ 6th ഹൗസിൽ നിൽക്കുക, തുലാത്തിൽ. ഇടവ ലഗ്നം 6th ഹൗസിൽ സൂര്യനും ശനിയും കൂടെ നിൽക്കുന്നത്. നല്ല പൊസിഷനല്ല അത്. പുള്ളി പറഞ്ഞ സൂര്യദശ തുടങ്ങി 2 കൊല്ലത്തിനുള്ളിൽ എൻ്റെ ഫാദർ മരിച്ചു പോയെന്ന് പറഞ്ഞു. സൂര്യദശ തുടങ്ങി 2 കൊല്ലത്തിനുള്ളിൽ. ഇനി സൂര്യൻ നല്ല എക്സോൾട്ടഡ് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഈ വ്യക്തിയുടെ കാര്യത്തിൽ അയാൾക്കും ഗുണമുണ്ടാകും, ഫാദറിനും ഗുണമുണ്ടാകും. ഫാദർ നല്ല ഒരു അറിയപ്പെടുന്ന ആളായിരിക്കും. നമ്മളിവിടെ പറഞ്ഞ് വൈറ്റ് ടോപ്പാസ് എന്ന് പറയുന്ന ഒരു രത്നത്തെ കുറിച്ച് സാറ് പറഞ്ഞു. അതിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ വജ്രം, ഡയമണ്ട്. അതുപോലെ തന്നെ ഈ വൈറ്റ് ടോപ്പാസിന് സൂട്ടബിൾ ആയിട്ടുള്ള മറ്റു കോമ്പിനേഷൻസ് ഏതാണ്? വൈറ്റ് ടോപ്പാസിന് കോമ്പിനേഷൻ എന്ന് പറയുമ്പം ബ്ലൂ സഫയർ നല്ലതാണ്, ബ്ലൂ ടോപ്പാസ് നല്ലതാണ്, അതുപോലെ തന്നെ എമറാൾഡ് നല്ലതാണ്. ഇപ്പൊ തുലാം ലഗ്നമല്ല, തുലാം രാശി എന്ന് പറയുമ്പോൾ അത് ശുക്രന്റെ ഹൗസുമാണ്, ഡയമണ്ടാണ് എൻ്റെ സൂപ്പർ. ഡയമണ്ടിന്റെ കൂടെ സ്യൂട്ടബിൾ ആയിട്ട് പോകുന്ന ഒരുപാട് കല്ലുകളുണ്ട്. ഡയമണ്ട് വിത്ത് ബ്ലൂ സഫയർ ഭയങ്കര കോമ്പിനേഷനാണ്. ഡയമണ്ട് വിത്ത് എമറാൾഡ്
ഭയങ്കര കോമ്പിനേഷനാണ്. ഡയമണ്ട് വിത്ത് ബ്ലൂ സഫയർ ആൻഡ് എമറാൾഡ്, മൂന്നും കൂടെയുള്ള കോമ്പിനേഷൻസ്. ഈ കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ ഒരു ലോക്കറ്റായിട്ട് ഒരു മോതിരമായിട്ട് പണിത ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ ഇത് ഇടണമെങ്കിൽ ഈ 3 ഗ്രഹങ്ങളുടെയും നമ്മൾ ചാർട്ടിൽ, ആ വ്യക്തിയുടെ ചാർട്ടിൽ മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം. ചിലപ്പോൾ അയാൾക്ക് ലൂസഫയറും ഡയമണ്ടും സൂട്ടബിൾ ആയിരിക്കും, എമറാൾഡ് സൂട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കേട്ടിട്ട് പോയി അങ്ങനെ മേടിച്ചിടരുത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നല്ല കോമ്പിനേഷൻസാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ടോപ്പാസ് പീരിഡോട്ട് കോമ്പിനേഷനാണ്, വൈറ്റ് ടോപ്പാസ് ജെയ്ഡ്, വൈറ്റ് ടോപ്പാസ് ഒനിക്സ്, വൈറ്റ് ടോപ്പാസ് അവെഞ്ചുറൈൻ, ഇതെല്ലാം നല്ല കോമ്പിനേഷൻസ് സ്റ്റോണുകളാണ്. ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആളുടെ ചാർട്ട് പ്രത്യേകം നോക്കി ഈ 2 സ്റ്റോണും ആൾക്ക് സൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് അക്യുമറൈനും വരുന്നത് സ്റ്റോണും. ആ ഒരു സംശയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അതായത് ഈ വൈറ്റ് ടോപ്പാസും അക്യുമറീനും പറയുമ്പം ആഴ്ചയിൽ ഏകദേശം രണ്ടും ഒരുപോലെ ഇരിക്കും. അതിന് എന്താണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കണം. അതിന് മുമ്പായിട്ട് ഈ ഇപ്പം ഡയമണ്ടും വൈറ്റ് ടോപ്പാസിൻ്റെ ഒരു കോമ്പിനേഷൻസും നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ ക്ലീനിങ്ങോ അല്ലെങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും കാര്യങ്ങളോ? ഇല്ല, ക്ലീനായിട്ട് സൂക്ഷിക്കണം. അത് നമുക്ക് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ലൈറ്റ് സോപ്പ് വെള്ളത്തോ ലൈറ്റ് ബ്രഷുകൾ കോട്ടൺ തുണിയെ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് വെച്ചാൽ മതി. അതിനകത്ത് നമുക്ക് ഡയമണ്ടിന് ഈ പറഞ്ഞ ഒന്നുമില്ല, ഹാർഡ് ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽ അല്ല, ഹാർഡായിട്ടുള്ള സോപ്പൊക്കെ ആണെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. അതിന് പൊതുവെ കോമൺലി നല്ല ഒരു ഹാർഡ്നെസ് ഉള്ളത് രത്നമാണ്. മറ്റേതൊരു വലിയ ഹാർഡ്നെസ് ഇല്ല, സോഫ്റ്റ് കാറ്റഗറിയാണ്. ഓക്കെ. അപ്പം സാറിപ്പം പറഞ്ഞു അക്യൂമറിയൻ എന്ന ആ ഒരു സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞു. ഈ വൈറ്റ് ടോപ്പാസിനെയും അല്ലെങ്കിൽ അക്യൂമറിനെയും ഇതിനെ രണ്ടിനെയും എങ്ങനെയാണെന്ന് വ്യത്യസ്തമാക്കുന്നത്? ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ്സ് തന്നെ വ്യത്യാസമാണ്. കണ്ടന്റ് എല്ലാം വ്യത്യാസമാണ്. അക്യൂമറിന്റെ പ്രത്യേകത തന്നെ ഒരു ടെമ്പറേച്ചർ കൺട്രോളിങ് ഒരു സിസ്റ്റം ഉണ്ട് അതിനകത്ത്. ഓഹോ. നമ്മുടെ ബോഡിയിൽ അത് അക്വാ മീൻസ് വാട്ടർ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അക്വാമറൈൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അക്വാമറൈനും ഇതും അതായത് ഒരു ബെറിൽ കണ്ടന്റ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അതെ. അപ്പോൾ അത് അക്വാമറൈനുള്ള ഗുണമെന്ന് വെച്ചാൽ ശരിക്കും ഒരു കടലിലേക്ക് നോക്കുന്ന ഒരു പ്രതീതിയാണ് ഈ സ്റ്റോണെ കണ്ടാൽ. അതിൽ തന്നെ വൈറ്റും ഉണ്ട്, വൈറ്റ് അക്വാമറൈൻ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ടിൻറ്റഡ് ആയിട്ടുള്ള അക്വാമറൈൻ ഉണ്ട്, ബ്ലൂ ടിൻറ്റഡ് ആയിട്ടുള്ള അക്വാമറൈൻസ് ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഈ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഡയമണ്ട് അക്വാമറൈൻ കോമ്പിനേഷൻസ് നല്ലതാണ്. ഇപ്പം അതായത് എമറാൾഡ് അക്വാമറൈൻ കോമ്പിനേഷൻ ഭയങ്കര കോമ്പിനേഷനാണ്. എമറാൾഡും അക്വാമറൈൻ ഓൾമോസ്റ്റ് ഒരേ സെയിം മിനറൽ കണ്ടന്റുമാണ് 2 സ്റ്റോണിനും. ഇപ്പം നമുക്ക് ഈ തുലാം ലഗ്നത്തെ കുറിച്ചാണ്. തുലാം ലഗ്നത്തിന്റെ 10th ഹൗസ് എന്ന് പറയുന്നത് കർക്കിടകമാണ്. ആ 10th ഹൗസിൽ ഈ ബുധനും ശുക്രനും നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോമ്പിനേഷൻ കൊടുക്കാം. അക്വാമറൈനും എമറാൾഡും കൂടെ കോമ്പിനേഷൻ കൊടുക്കാം. ഇപ്പോൾ ജലരാശിയാണ് കർക്കിടക രാശി എന്ന് പറഞ്ഞ ജലരാശിയും കൂടെ അവിടെ നല്ലോണം അക്വാമറൈൻ സ്യൂട്ടാണ്. ഇല്ലേ? ഈ ഫയർ എലമെന്റ് ഇരിക്കുന്നിടത്ത് വെള്ളം ഒഴിക്കുമ്പോഴാണുള്ളത് പോകുന്നേ. അതേസമയം വെള്ളത്തിന്റെ രാശി തന്നെയാണ്. ഈ ആള് പ്രത്യേകിച്ച് വിദേശമായിരിക്കും അയാളുടെ കർമ്മമേഖലയെന്ന് പോലും നമ്മൾ കാരണം ലഗ്നാധിപൻ തന്നെ ശുക്രന്, ആ ശുക്രൻ പോയി ജലരാശിയിൽ നിൽക്കുന്നു, ഭാഗ്യാധിപൻ പോയി ജലരാശിയിൽ നിൽക്കുന്നു. അപ്പൊ അയാൾക്ക് ഭാഗ്യവും അയാളുടെ ജീവിതവും എല്ലാം നന്നായി വരുന്നത് പുറത്ത് വിദേശത്തായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. അത് പല കാര്യങ്ങളുണ്ട് കേട്ടോ, ജനറലാ പറയുന്നത്. പല ചാർട്ടില് പല ഇങ്ങനെ നിൽക്കുന്ന പലരും നാട്ടിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നിൽക്കുന്ന ആ ഒരു പൊസിഷന് ഈ പറയുന്ന കോമ്പിനേഷൻ ഭയങ്കര കോമ്പിനേഷനാണ്. അക്വാമറൈനും എമറാൾഡും കൂടെ ഒന്നിച്ച് ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ, ഒന്നിച്ചൊരു പെൻഡന്റ് ഒക്കെ ആയിട്ട് ആൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. പെരുജ എന്ന് പറയുന്ന ഒരു സംസ്കൃത വേർഡ് ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അക്വാമറൈന് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു പേരാണത്. അത് ബെറിൽ
സ്റ്റോൺ ഓഫ് ബെറിൽ എന്ന് അങ്ങനെയായിരുന്നു പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് അക്വാമറൈൻ എന്ന് പറഞ്ഞതിന് ശരിക്കും ഒരു പേര് വീണത്. അതിന് പിന്നെ നേരെ ആ കണ്ടന്റ് തന്നെ, മേൾ കണ്ടന്റ് തന്നെ ആയിരുന്നു അതിന്റെ പേരും. നല്ല സൂത്തണിങ് സ്റ്റോണാണ് അത്. നമുക്ക് ഒരു തരത്തിലുള്ള ഹാം ചെയ്യത്തില്ല. നമ്മൾ ആ സ്റ്റോൺ യൂസ് ചെയ്തത് കൊണ്ട് നമുക്കൊരു തരത്തിലുള്ള ഒരു ദോഷം, ഒരു നെഗറ്റീവ് എഫക്ട്സ് വരാൻ ചാൻസ് കുറവാണ്. നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്ന കാര്യം വൈറ്റ് ടോപ്പാസ് എന്ന് പറയുന്ന ആ ഒരു രത്നത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു കാഴ്ചയിൽ ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള ഒരു രത്നമായ അക്വാമറൈനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ എന്താണ്, 3000 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് അക്വാമറൈൻ എന്ന് പറയുന്ന രത്നത്തിൽ. ഓക്കെ, 3000 വർഷം. അത് പഴയ കാലത്ത് സീ ഗ്രീൻ ബെറിൽ നിന്ന് തന്നെയാണ് അത് സീ ഗ്രീൻ. പിന്നീടാണ് അത് അക്വാമറൈൻ എന്ന് മാറിയത്, പേരിലേക്ക് മാറിയത്. അപ്പോൾ സാറ് പറയേണ്ട എവിടെയാണ് ഒരാൾക്ക് ഈ അക്വാമറൈൻ എന്ന സ്റ്റോണ് എത്രത്തോളം മാച്ച് ആകുന്നത് ഇപ്പം സാറ് പറയുകയുണ്ട്. ഈ വൈറ്റ് ടോപ്പാസും അതുപോലെ തന്നെ ഈ അക്വാമറൈനും നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാം. രണ്ടും സോഫ്റ്റാണ്. ഒരു ഹാം അല്ലെങ്കിൽ ആലോചിച്ചോ, നമ്മൾ ഈ ഹാർഡ്നെസ് ആയിട്ടുള്ള കല്ലുകൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ക്യാരക്ടേഴ്സും കോമ്പിനേഷൻസും ഒക്കെ നമ്മൾ നിശ്ചയിക്കുന്നത്. ഇപ്പം നമുക്ക് ചൊവ്വയുടെ കോറൽസും റൂബിയും കോറലും, അതായത് സൂര്യനും ചൊവ്വയും രണ്ടും മിത്രഗ്രഹങ്ങളാണ്. അവരുടെ കല്ലുകളും നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഈ വ്യക്തിയുടെ ഒരു ജനറൽ ക്യാരക്ടർ അതിനകത്ത് നോക്കണം. ഭയങ്കര അഡമൻ്റ് ആയിട്ടുള്ള ആള്, അഗ്രസീവായിട്ടുള്ള ആള്, ഭയങ്കര ദേഷ്യമുള്ള ആള്, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ കോമ്പിനേഷൻ കൊടുക്കണോ, റൂബി കോറൽസ് കൊടുക്കണോ, അതോ കോറലും ഗാർണറ്റും കൊടുത്താൽ മതിയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം, ഒരു ബാലൻസിങ്ങിന്. എന്നാൽ ഈ വൈറ്റ് ടോപ്പാസും അക്വാമറൈൻ ഒന്നും അതൊന്നും വിഷയമല്ല. പ്യൂരിഫൈങ് സ്റ്റോൺ ആണത്. അക്വാമറൈൻ പ്യൂരിഫൈസ് എന്നാ പറയുന്നത്. അതാ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കൂളൻ്റ് ഒഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ആ കൂളിംഗ് എഫക്ട്സ് ഉണ്ടാക്കുന്ന സ്റ്റോണാണിത്. സാർ അത് പറഞ്ഞപ്പോഴാണ്, അങ്ങനെയാണെങ്കിൽ ഈ രത്നങ്ങൾ ഉപയോഗിക്കുന്ന എപ്പോഴും കുറച്ച് ക്യാരറ്റേജ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ഉപയോഗിക്കാം, അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ക്യാരറ്റേജ് കുറച്ച് കൂടിയാലും 8 ക്യാരറ്റൊന്നും ഇട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നക്കാരനല്ല. അല്ല. ഡയമണ്ട് നമ്മൾ ഒരു സർട്ടൺ വെയിറ്റിന് മേളിൽ സ്ഥിര ഉപയോഗത്തിന് കൊള്ളത്തില്ല. എവിടെയെങ്കിലും ഇപ്പോൾ 2 ക്യാരറ്റ് 3 ക്യാരറ്റിൻ്റെ ഒക്കെ വലിയ സോളിറ്റയർ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സോളിറ്റയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു 5 സെന്റിന് മേളിൽ ശരിക്കും സോളിറ്റയർ എന്ന് പറയാറുണ്ടെങ്കിൽ പോലും ഒരു 30-35 സെന്റിന് മേളിലുള്ളതിനാണ് നമ്മൾ സോളിറ്റയർ രത്നങ്ങൾ എന്ന് പറയുന്നത്. സോളിറ്റയർ, ഡയമണ്ട് സോളിറ്റയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാരറ്റേജ്, കാരണം ഏറ്റവും ഹാർഡ്നെസ് ഉള്ള സ്റ്റോണ്, അത്ര പെട്ടെന്നൊന്നും പൊട്ടിക്കാൻ പോലും പറ്റില്ലാത്ത സ്റ്റോണാണ്. ഹാർഡസ്റ്റ് സ്റ്റോൺ ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്ന കണ്ടമാനം ക്യാരറ്റേജ് ഉപയോഗിച്ചാൽ ഈ ശുക്രൻ്റെ എല്ലാവിധ സ്വഭാവ ഗുണങ്ങളും അങ്ങ് വർദ്ധിക്കും. അത് വർദ്ധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അമിതമായിട്ട് വർദ്ധിച്ചാൽ ഒരുപാട് സ്കാൻഡൽസിലൊക്കെ പോയി നമ്മൾ പെടും. കാരണം അത് റൊമാൻറ്റിക് പ്ലാനറ്റിൻ്റെ കല്ലാണ്. കുട്ടികളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിലൊക്കെ ടീനേജിലൊക്കെ ഒരു ക്യാരറ്റിൻ്റെ ഒക്കെ സോളിറ്റയറൊക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ പഠിത്തത്തിലുള്ള ശ്രദ്ധയെ കോൺസെൻട്രേഷനെ പോകും, കംപ്ലീറ്റ് മാറും. കാരണം ആ പ്ലാനറ്റ് അങ്ങോട്ട് ആക്ടിവേറ്റഡ് ആവുമല്ലേ. അപ്പോൾ ഈ വീനസിന്റെ രത്നം ഉപയോഗിക്കുമ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നത് ഏറ്റവും സൂക്ഷ്മത വേണ്ടത് ഈ ഒരു രത്നം ഉപയോഗിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ കൊടുക്കുമ്പോൾ ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട രത്നം ഡയമണ്ട് ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ബുധനും ബുദ്ധിയും നമ്മുടെ എഡ്യൂക്കേഷനും നോളജും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പ്ലാനറ്റ് ബുധനാണ്. ബുധന്റെ കയ്യിൽ എമറാൾഡ് ഉപയോഗിക്കുന്ന നീപ്പ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടികളിൽ. ഡയമണ്ട് സ്യൂട്ടബിൾ ആണെങ്കിലും കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഒരു 22-23 കഴിയാതെ ഉപയോഗിച്ചാൽ അവരുടെ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ അങ്ങ് മാറും. ആ ഒരു ചേഞ്ചസ് ഇമ്മീഡിയറ്റ് ആയിരിക്കും. ഇപ്പോൾ ടീനേജിൽ സ്മോക്കിങ് തുടങ്ങിയാലോ എങ്ങനെയായിരിക്കും? പഠിക്കാൻ പോകുന്നുണ്ട് സ്മോക്കിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുക.
നമ്മുടെ ബോഡി കൺസ്യൂം ചെയ്യുക. അതാണ് കല്ലിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അതാണ് സംശയമില്ലാത്ത കാര്യം. അത് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ രത്നശാസ്ത്രയുടെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ വരുന്നത്. അത് നമ്മുടെ ശുക്രൻ എനിക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ ഞാൻ ശുക്രദശയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കണ്ടമാനം ക്യാരറ്റേജ് അല്ലെങ്കിൽ ആ ഒരു യൂസേജിലൊക്കെ പോകുമ്പം പതിഞ്ഞിരിക്കുന്ന അപകടങ്ങളാണിത്. നമ്മൾ അറിയില്ല, പതുക്കെ ആയിരിക്കും അത് വേണ്ടത്. നമ്മൾ കൈ കിടക്കുന്ന അതാണ് അതിൻ്റെ പ്രോബ്ലം എന്ന് പോലും അറിയത്തില്ല. അപ്പം ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ പറയുന്ന രത്നമോ ഡയമണ്ട് മാച്ചിങ് ആണെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ നമ്മളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശുക്രനും ബുധനും നന്നായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് വയസ്സ് 15. ഈ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ കല്ല് കച്ചവടം ചെയ്യുന്ന ഒരാളെന്ന് ഉള്ള ഒരു നിലയും കൂടെ എനിക്കുണ്ടല്ലോ. അപ്പം ഞാൻ ചിന്തിച്ചാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഡയമണ്ട് കൊടുത്താലാണ്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ചെയ്യത്തില്ല. അവർക്ക് എമറാൾഡോ അതിൽ കുറഞ്ഞ വിരിഡോട്ടോ ഞാൻ കൊടുക്കത്തുള്ളൂ. എന്നാൽ ആ കുട്ടിക്ക് അതേ ഉപയോഗപ്പെടത്തുള്ളൂ. നമുക്ക് അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കാണ് ഒരു പരിഹാരം ഇല്ലാത്തത്. അറിയാതെ ചെയ്തു പോയി, അതിന് പരിഹാരമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഡയമണ്ടിൻ്റെ ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ രത്നശാസ്ത്രയിലും രത്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ജനറൽ കാര്യങ്ങളും കൊണ്ടും സമ്പന്നമായിരുന്നു. ഇതൊന്നും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.